ഇത് റേഡിയോ ജനവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. 18ാം ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കുകയും പുതിയ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. 3ാം പ്രാവശ്യം അധികാരം ലഭിച്ചു എങ്കിലും BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടമായി. 400-ലധികം സീറ്റുകൾ നേടുമെന്നായിരുന്നു പ്രചരണമെങ്കിലും 240 സീറ്റുകളാണ് ലഭിച്ചത്. കേവല ഭൂരിപക്ഷത്തിന് 33 സീറ്റുകളുടെ കുറവുണ്ട്. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 63 സീറ്റുകൾ കുറഞ്ഞു. സഖ്യമായിട്ടാണ് കഴിഞ്ഞ 2 പ്രാവശ്യവും BJP മത്സരിച്ചത്. കഴിഞ്ഞ തവണ BJP ഒറ്റയ്ക്ക് 303 സീറ്റുകൾ നേടി. തന്മൂലം സഖ്യകക്ഷികളുടെ പിന്തുണ കൂടാതെ ഭരിക്കാമായിരുന്നു. കൂട്ടുകക്ഷി മന്ത്രിസഭ എന്നത് പേരു മാത്രമായിരുന്നു. BJPയെ അനുസരിക്കുകയല്ലാതെ സഖ്യകക്ഷികൾക്ക് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ സഖ്യകക്ഷികളുടെ താൽപ്പര്യം അവഗണിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. ഒരു കക്ഷിയുടെ താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് തടയാനും ജനാധിപത്യം ശക്തിപ്പെടുത്താനും ഈ മാറ്റം സഹായിക്കുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. 100 വർഷം ബ്രിട്ടന്റെ പാട്ടഭൂമിയായിരുന്ന ഒരു നഗരമാണ് ഹോങ്കോങ്. പാട്ടക്കാലാവധി കഴിഞ്ഞ് UK ഈ സ്ഥലം ചൈനയ്ക്ക് തിരികെ നൽകിയത് 1997-ലാണ്. ഈ നഗരത്തിൽ ജനാധിപത്യ സംവിധാനങ്ങൾ 50 വർഷം വരെ മാറ്റമില്ലാതെ തുടരും എന്നൊരു ഉറപ്പ് ചൈന നൽകിയിരുന്നതാണ്. അധികം താമസിയാതെ ഈ ഉറപ്പൊക്കെ ലംഘിച്ച് ഈ നഗരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലായി. എതിർത്തവരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തി. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലും ഇവിടെ സമരമുണ്ടായി. ഇവിടെ ഊബർ ടാക്സികൾ അനുവദിച്ചിട്ടില്ല. എന്നാൽ അനധികൃതമായി പലരും ഈ സംവിധാനം ഉപയോഗിക്കുന്നു. ഇത് കണ്ടെത്തിയ ടാക്സി ഡ്രൈവർമാരാണ് സമരത്തിനിറങ്ങിയത്. എന്നാൽ മറ്റു സമരങ്ങളെപ്പോലെ ഒരു പ്രചരണവും നൽകിയില്ല. സവാരി പോകാൻ എന്ന രീതിയിൽ ഊബറിൽ ബന്ധപ്പെടുകയും ടാക്സിയുമായി വരുന്ന ഡ്രൈവറെ പോലീസിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇവർക്ക് പോലീസിൻ്റെ പിന്തുണ കിട്ടി. എന്നാൽ സമരക്കാരുടെ കൊള്ളരുതായ്മകളെക്കുറിച്ചും ഊബറിൻ്റെ മേന്മകളെക്കുറിച്ചും ജനം ഉറക്കെ പറയാൻ തുടങ്ങിയതോടെ ഇത് വേണ്ടായിരുന്നു എന്ന ചിന്തയിലാണ് സമരക്കാർ. ഹമാസിന്റെ തടവിലായിരുന്ന 4 ബന്ദികളെ ശനിയാഴ്ച ഇസ്രായേൽ സൈനികർ മോചിപ്പിച്ചു. പാട്ടുകച്ചേരി നടക്കുന്ന സ്ഥലത്തു നിന്നും ഹമാസ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-നാണ്. ഇവരെ ബന്ദികളായി സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യ സങ്കേതം അമേരിക്കയുടെ സഹായത്തോടെയാണ് ഇസ്രായേൽ ചാരസംഘം കണ്ടെത്തിയത്. ഗാസയിലെ ദുരിതാശ്വാസ ക്യാമ്പിനെ ആക്രമിച്ചത് വലിയ വിവാദമായിരുന്നു. ഈ ഒളിത്താവളത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു സൈനിക നടപടി. ഇതിൻ്റെ ഫലമായി 270 ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 100-ലും താഴെയായിരിക്കും എന്നാണ് ഇസ്രായേലിൻ്റെ വിലയിരുത്തൽ. ബന്ദികളെ മോചിപ്പിച്ചത് വലിയ ആഘോഷമായി ഇസ്രായേൽ കൊണ്ടാടുകയാണ്. എന്നാൽ കൂട്ടുകക്ഷി മന്ത്രിസഭയിലെ അംഗമായ ബെന്നി ഗാൻസ് രാജിവെക്കുകയും മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ പാർലമെൻറ്റിൽ ഇപ്പോഴും പ്രധാനമന്ത്രിക്ക് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയുണ്ട്. എന്നാൽ യുദ്ധം നിർത്താതെ അധികകാലം അധികാരത്തിൽ തുടരാൻ കഴിയും എന്ന് തോന്നുന്നില്ല.
പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമോ വാർസാ ഉടമ്പടിയിലെ അംഗങ്ങളോ ആയിരുന്ന കിഴക്കൻ യൂറോപ്പിലെ 9 രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ് B9 അഥവാ ബുക്കാറസ്റ്റ് 9. 2014 റഷ്യ ക്രീമിയ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് ഇവർ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചത്. എല്ലാ രാജ്യങ്ങളും നാറ്റോയിലും യൂറോപ്യൻ യൂണിയനിലും അംഗങ്ങളാണ്. അംഗരാജ്യങ്ങളായ ലാറ്റ്വിയ, പോളണ്ട്, റുമേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നാണ് നാറ്റോയുടെ കിഴക്കൻ ഉച്ചകോടി സമ്മേളനം സംഘടിപ്പിച്ചത്. ഉക്രൈനിന് കൂടുതൽ സഹായം എത്തിക്കുന്നതിനെക്കുറിച്ചാണ് സമ്മേളനം ചർച്ച ചെയ്തത്. ചൊവ്വാഴ്ച നടന്ന ഈ സമ്മേളനത്തിൽ ഹംഗറി പങ്കെടുത്തില്ല. നാറ്റോയിലും യൂറോപ്യൻ യൂണിയനിലും അംഗമാണെങ്കിലും റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടാണ് ഹംഗറി പലപ്പോഴും സ്വീകരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും അംഗമല്ലാത്ത ഉക്രൈനിനെ സഹായിക്കുന്നതിനെ എതിർക്കുന്ന രാജ്യമാണ് ഹംഗറി. എന്നാൽ ഉക്രൈനിന് സഹായമെത്തിക്കുന്നതിൽ കൂടുതൽ സഹകരണം ഉണ്ടാകണം എന്ന ആഹ്വാനത്തോടെയാണ് ഈ സമ്മേളനം അവസാനിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ശിക്ഷ പ്രഖ്യാപിച്ചിട്ടില്ല. 25 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന കാര്യം ബോധപൂർവം മറച്ചുവെച്ചു, അനധികൃതമായി തോക്ക് വാങ്ങുകയും സൂക്ഷിക്കുകയും ചെയ്തു തുടങ്ങിയവയാണ് കുറ്റങ്ങൾ. ആദ്യത്തെ കേസായതിനാൽ ശിക്ഷ കുറവായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രസിഡന്റിന് മാപ്പ് നൽകാനുള്ള അധികാരമുണ്ട്. എന്നാൽ ഈ കേസിൽ ഈ അധികാരം ഉപയോഗിക്കില്ല എന്ന് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടിയും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിധിയെ അംഗീകരിക്കുന്നതായും പിതാവ് എന്ന നിലയിലുള്ള എല്ലാ പിന്തുണയും നൽകുമെന്നും ജോ ബൈഡൻ പ്രതികരിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അധികാരത്തിലിരിക്കുന്ന ഒരു പ്രസിഡന്റിൻ്റെ മകൻ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്. ഇത്രയും ഉന്നതമായ പദവി വഹിക്കുന്ന ഒരാളിൻ്റെ മകനെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാനും ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കഴിഞ്ഞു എന്നത് നിയമവാഴ്ചയുടെ കരുത്താണ് നമുക്ക് കാട്ടിത്തരുന്നത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ മുമ്പോട്ട് വച്ച നിർദ്ദേശങ്ങളെ ബന്ധപ്പെട്ട 2 കക്ഷികളും എതിർത്തില്ല. എന്നാൽ ഇതിനെ ഒരു കരാറായി മാറ്റാനോ യുദ്ധം അവസാനിപ്പിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ആഭ്യന്തര സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രധാനപ്പെട്ട കക്ഷികളെ സന്ദർശിച്ച് ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം തിങ്കളാഴ്ച ഈജിപ്തിൻ്റെ പ്രസിഡന്റിനെ സന്ദർശിച്ചത്. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിനെ ഉപദേശിക്കണം എന്നാണ് ഇദ്ദേഹം പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടത്. മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ഖത്തറിനോടും അമേരിക്ക ഈ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ബൈഡന്റെ നിർദ്ദേശങ്ങൾ ചൊവ്വാഴ്ച സെക്യൂരിറ്റി കൗൺസിലിലും അമേരിക്ക അവതരിപ്പിച്ചു. 15 അംഗങ്ങളുള്ള സെക്യൂരിറ്റി കൗൺസിലിൽ റഷ്യ ഒഴികെയുള്ള 14 അംഗങ്ങളും അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ഒക്ടോബർ മാസത്തിൽ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാനായി നിരവധി ചർച്ചകൾ നടന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇതെങ്കിലും വിജയിക്കണം എന്നാണ് ലോകം ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് സൗത്ത് ആഫ്രിക്കയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. ഭരണകക്ഷിയായ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് 40% വോട്ടുകൾ ലഭിച്ചു. ഭരണഘടന അനുസരിച്ച് 50% അതിൽ കൂടുതലോ വോട്ട് ലഭിക്കാതെ ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയില്ല. വെള്ളക്കാരുടെ ഭരണം അവസാനിപ്പിച്ച് നെൽസൺ മണ്ടാലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് 1994 കഴിഞ്ഞ 30 വർഷമായി ഈ കക്ഷിയാണ് ദക്ഷിണാഫ്രിക്ക ഭരിക്കുന്നത്.
ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ കക്ഷികളെയും ചേർത്ത് ഒരു ദേശീയ സർക്കാർ രൂപീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ വിജയിച്ചില്ല. 22% വോട്ടുകൾ നേടിയ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന കക്ഷിയുമായി ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കാനാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്. എന്നാൽ ഇവർ പൊതുവിൽ വെള്ളക്കാർക്കും പണക്കാർക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനെയും കറുത്ത വർഗക്കാർക്കായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനെയും ഇവർ എതിർക്കുന്നു. ഇതിനെ എങ്ങനെ അതിജീവിക്കാം എന്നാണ് നെൽസൺ മണ്ടേലയുടെ പാർട്ടി ആലോചിക്കുന്നത്. റഷ്യയുടെ അത്യാധുനിക കപ്പൽ ഗോർഷ്കോവിനോടൊപ്പം 4 കപ്പലുകൾ 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ക്യൂബയിലെത്തി. രാജകീയ സ്വീകരണമാണ് ഈ കപ്പൽ വ്യൂഹത്തിന് ഹാവന്ന തുറമുഖത്തിൽ ലഭിച്ചത്. ക്യൂബയിലേക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സൈനിക പരിശീലനം നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു. അമേരിക്കൻ സംസ്ഥാനമായ ഫ്ലോറിഡയിൽ നിന്നും ക്യൂബയിലേക്കുള്ള ദൂരം 90 മൈൽ മാത്രമാണ്. ഇത്രയും അടുത്തായി നങ്കൂരമിട്ട റഷ്യൻ യുദ്ധക്കപ്പലുകൾ അമേരിക്കയുടെ നിരീക്ഷണ വലയത്തിലാണ്. ഈ കപ്പൽ വ്യൂഹത്തിൻ്റെ നീക്കങ്ങൾ തുടക്കം മുതൽ നിരീക്ഷണത്തിലാണെന്നും ഏതു പ്രതിസന്ധിയും നേരിടാൻ സജ്ജമാണെന്നുമാണ് അമേരിക്ക പ്രതികരിച്ചത്. എന്നാൽ കഴിഞ്ഞ 1 ദശാബ്ദമായി വർഷം തോറും നടക്കുന്ന ഈ സന്ദർശനം ആർക്കും ഭീഷണിയല്ല എന്നാണ് ക്യൂബ പ്രതികരിച്ചത്. ഈ അടുത്ത കാലത്താണ് റഷ്യക്കെതിരെ അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ജോ ബൈഡൻ ഉക്രൈനിന് അനുമതി നൽകിയത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പതിവ് സന്ദർശനമായിട്ടല്ല അമേരിക്ക കാണുന്നത്. യൂറോപ്യൻ പാർലമെൻറ്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പൂർത്തിയായിട്ടില്ല. 27 രാജ്യങ്ങളിൽ 15 രാജ്യങ്ങളുടെ ഫലങ്ങളാണ് ഇതുവരെ പുറത്തു വന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. 27 രാജ്യങ്ങളിൽ നിന്നും 720 അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ രാജ്യത്തിൻ്റെയും സീറ്റുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്ത 5 വർഷത്തേക്ക് യൂറോപ്പിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഈ പാർലമെൻറ്റിനാണ്. ഇതുവരെ പുറത്തു വന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വലതുപക്ഷത്തിനും തീവ്ര വലതുപക്ഷത്തിനും അനുകൂലമാണ്. കുടിയേറ്റത്തെ, പ്രത്യേകിച്ച് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തെ എതിർക്കുന്ന തീവ്ര ദേശീയവാദികളാണ് ഇക്കൂട്ടർ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലർ ഷോൾസും ഇവരുടെ എതിർചേർച്ചയിലാണെങ്കിലും ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലനി ഇവർക്കൊപ്പമാണ്. യൂറോപ്പ് വലതുപക്ഷത്തേക്ക് ചായുന്നു എന്നാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗാസ യുദ്ധം തുടങ്ങിയതിന് ശേഷം നടത്തിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള എൻക്വയറി കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശമനുസരിച്ചാണ് അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാര്യങ്ങളാണ് പരിശോധിച്ചത്. ഒക്ടോബർ 7 നടന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള നടപടിയായിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, പീഡനം, കൊലപാതകം തുടങ്ങിയവ ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതേ തുടർന്നാണ് ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. നിരായുധരായ പൗരന്മാരുടെ നേർക്കുള്ള ആക്രമണവും ആശുപത്രികളെ ആക്രമിച്ചതും യുദ്ധകുറ്റങ്ങളുടെ പട്ടികയിലാണ്. 2 കക്ഷികളും ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇരുകൂട്ടരും മാനവരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നാണ് റിപ്പോർട്ട്. സാക്ഷിമൊഴികളും ഇരകളാക്കപ്പെട്ടവരുടെ വിവരങ്ങളും അടിസ്ഥാനപ്പെടുത്തിയാണ്
ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. എന്നാൽ ഏകപക്ഷീയമായ ന്യായീകരണങ്ങളും വിമർശനങ്ങളും ശരിയല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ട്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.